മാത്രം മതി സാർ. എൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്തണം. എത്രയോ വർഷം കൊണ്ട് അവൻ പിറകെ നടന്ന് തേജോവധനം ചെയ്യുന്നു സാർ. അതിനൊരു അവസാനം വേണ്ടേ സാർ? ഒരു കുടുംബം എത്രത്തോളം കരയണം സാർ ഈ കുട്ടിയെ കരുതി? പാവമല്ലേ ആ കൊച്ചിനോട് ഇത് കാണിക്കുന്നത്? നല്ലൊരു കുട്ടിയാണ് സാർ, ഡാൻസും പാട്ടും അവൾ നല്ല കലാകാരിയാണ് സാർ, പഠിക്കാൻ മിടുക്കിയാണ്. കോൺവെൻറ്റിൽ എല്ലാവർക്കും അറിയാം ശ്രീകുട്ടിയെ. കോൺവെന്റിലാണ് സാർ പഠിച്ചത്. വിനായക സാർ ഒരു കാര്യം കൂടെ പറയട്ടെ സാർ. വിനായക മെഡിക്കൽ കോളേജിൽ സാർ, വിനായക മെഡിക്കൽ കോളേജ് എന്നെ വിളിച്ച് അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞതാണ്, നല്ല കുട്ടിയാണ്, നല്ല പെരുമാറ്റമാണ്, അവൾ പഠിപ്പ് പെണ്ണാണ് എന്നാണ് എൻ്റെ കൂടെ ഓരോ മീറ്റിങ്ങിലും പറയുന്നത്. അപ്പോൾ ആ കുട്ടിയെ ഇവ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ആ അരുൺ എന്ന് പറയുന്നവനെയും കൊണ്ട് അവിടെ പോയതല്ലേ സാർ? അതായത് മുൻ ഭർത്താവും അജ്മലും ഒരു ട്രാപ്പിൽ പെടുത്തുകയായിരുന്നു. അവൻ ഫോട്ടോ കൊടുക്കാതെ സാർ ട്രാപ്പിൽ പെടുത്തി കഴിഞ്ഞു സാർ. ഇതെല്ലാം ട്രാപ്പിൽ പെടുത്തി സാർ. ഈ അരുൺ എന്ന് പറയുന്നവൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഫോട്ടോ എവനും കൂടി ഇരുന്ന് ഫോൺ വിളിച്ചതായിട്ട് എൻ്റെ മോൾ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അരുൺ അടുത്തിരുന്ന് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിരുന്ന് കുട്ടിയെ തേജോവധനം ചെയ്യുന്നത് എൻ്റെ കൂടെ മോള് പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു കണ്ണിയല്ലേ സാർ യവൻ? മാത്രം അതൊരു വലിയ ആരോപണമാണ്. അജ്മൽ ശ്രീകുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തി അതിന് മുൻ ഭർത്താവ് കൂട്ടുനിന്നുവെന്നാണ് സുരഭിയുടെ ആരോപണം. അത് അന്വേഷിക്കട്ടെ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവരൊരു ഡോക്ടർ കൂടിയാണല്ലോ. തീർച്ചയായിട്ടും സുരഭി ഈ കുട്ടി ഇട്ടോണ്ട് പോയ പറഞ്ഞോളൂ സാർ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ കുട്ടി ഇട്ടോണ്ട് പോയ ആഭരണം മൊത്തം അവൻ എടുത്ത് ഇപ്പം അവൻ ബ്രേസ്ലെറ്റും മാലയൊക്കെ ഇട്ട് നടക്കുന്നു സാർ. ഈ കുട്ടിക്ക് എല്ലാം കിൽറ്റാണ് സാർ ഇട്ട് കൊടുത്ത് വിട്ടത് തിരിച്ച്. 41-ന്റെ അന്ന് കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ ആ കുട്ടിയുടെ ഈ അഫീഷ് രാജ്, അവൻ ആദ്യ ഭർത്താവ് രണ്ടാം ഭർത്താവ് ഒന്നും ഇല്ല സാർ. ഒരേ ഒരു ഭർത്താവേ ഉള്ളൂ, ഡൈവേഴ്സ് ആയിട്ടില്ല. ഈ അജ്മലിനോടൊപ്പം അറിയുകയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷമാണ്, ഇനി വരുമ്പോൾ ശ്രീകുട്ടിയോട് ചോദിച്ചാലേ അറിയുള്ളൂ എന്താണ്. എങ്കിൽ നമ്മൾ ഈ എൻ്റെ മോളെ ഞാൻ അങ്ങനെ ഒരു കുഴി കൊണ്ടിടുമോ സാർ? MBBS നല്ല മാർക്കോട് കൂടി ആ കുട്ടി തോറ്റിട്ടില്ല സാർ. വിനായക മെഡിക്കൽ കോളേജിൽ വിളിച്ച് ചോദിക്കണം ഈ കുട്ടി എങ്ങനെയായിരുന്നു. പ്രൊഫഷണൽ ജീവിതം ശ്രീകുട്ടിക്ക് കിട്ടുമായിരുന്നു. ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ, നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാം. സുരഭി പറഞ്ഞതുപോലെ ട്രാപ്പിൽപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും പുറത്തു വരണം സുരഭി. താങ്ക് യു സുരഭി. എന്തായാലും മകൻ കൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവന് ഈ വാർത്തകളൊന്നും ആ അർത്ഥത്തിൽ അറിയിക്കാതെയും അല്ലെങ്കിൽ അവനെ ബുദ്ധിമുട്ടിക്കാതെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. താങ്ക് യു സുരഭി. ശ്രീകുട്ടിയുടെ അമ്മയാണ് നമുക്ക് ഒപ്പം ചേർന്നത്. പ്രേക്ഷകർ മനസ്സിലാക്കിയതുപോലെ ഇതിൽ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ്. സത്യം പുറത്തു വരട്ടെ. പക്ഷേ എന്തായാലും മൈനാഗപ്പള്ളിയിൽ ആ കാർ ആക്സിഡൻറ്റിൽ ഒരു കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് നമുക്കൊരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ്. അതിൽ അജ്മൽ കുറ്റക്കാരനാണ് എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അത് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടിയാണ് എടുക്കുന്നത്. അദ്ദേഹം ലഹരിയിലായിരുന്നു. ആ സമയത്ത് ശ്രീകുട്ടിയും ലഹരിയിലായിരുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ നമുക്ക് വരണം. ഒരു കാരണവശാലും നിങ്ങളുടെ ആനന്ദവേളകൾ എന്താണെങ്കിലും ശരി, ഒരു കാരണവശാലും മദ്യപിച്ചുകൊണ്ടോ ലഹരിയിലോ നിങ്ങൾ വാഹനം ഓടിക്കരുത്. അത് മറ്റുള്ള ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. ജയിലിൽ പോകുന്നതല്ല പ്രശ്നം, ജീവിതത്തിൽ നിന്ന് തന്നെ ഒരാളെ നിങ്ങൾക്ക് തുടച്ചു നീക്കാൻ അത് മതി. അപ്പോൾ അത്ര ലളിതമല്ല കാര്യം എന്ന് പ്രേക്ഷകർ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക.